എല്ലാവർക്കും നമസ്കാരം. വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പൂക്കാട്ടുപടിയിലാണ്. മെയിൻ ബസ് റൂട്ടിൽ നിന്നും വെറും 200 മീറ്റർ മാത്രം അകലത്തിലായി മനോഹരമായിട്ടുള്ള ഒരു വീട്. 4 സെൻറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 1800 സ്ക്വയർ ഫീറ്റുള്ള 3 ബെഡ്റൂം വീട്. എൻ്റെ പുറകിൽ കാണുന്ന ഈ വീടാണിത്. നമുക്ക് ആ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊന്നും നോക്കാം. ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. പൂർണ്ണമായും കണ്ടംപററി ഡിസൈനാണ് വീടിന് വരുന്നത്. 4 സെൻറ്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 3 ബെഡ്റൂമുകളാണ് വീടിന് അവൈലബിൾ ആയിട്ടുള്ളത്. കിണർ വെള്ളം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ KW വാട്ടർ കണക്ഷനും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും കോണ്ടംപററി ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. മുകൾ ഭാഗത്ത് നമുക്ക് ബാൽക്കണി കാണാം. അവിടെ പാരപ്പറ്റ് ഒരുക്കിയിരിക്കുന്നത് സ്ക്വയർ ട്യൂബും GI ഷീറ്റും ഉപയോഗിച്ചിട്ടാണ്. അത് CNC മെഷീനിൽ കട്ട് ചെയ്ത ഡിസൈൻ വർക്ക് കാണാം. നമുക്കിവിടെ കാർ പോർച്ച് എക്സ്ട്രാ ആയിട്ടാണ് ചെയ്ത് എടുത്തിരിക്കുന്നത്. കൂടാതെ ഈ വീട് വരുന്നത് ഒരു കോർണർ പ്രോപ്പർട്ടി ആയിട്ടാണ്. വീടിൻ്റെ ഇരുവശത്തും റോഡുകൾ അവൈലബിൾ ആണ്. റോഡുകളിൽ ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് നൽകിയിട്ടുണ്ട്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഈ വീട്ടിൽ നിന്ന് വരുന്ന ദൂരം ഏകദേശം ഒരു 8 കിലോമീറ്ററാണ്. അതുപോലെ തന്നെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഒരു 3 കിലോമീറ്റർ ദൂരമുണ്ട്. ബസ് സ്റ്റോപ്പിലേക്ക് വെറും 200 മീറ്റർ മാത്രമാണ് ദൂരം. അതുപോലെ തന്നെ പൂക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് മാക്സിമം ഒരു 400 മീറ്ററും അകലമുണ്ട്. വീടിൻ്റെ മതിലിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള മതിലാണ് നൽകിയിരിക്കുന്നത്. സ്ക്വയർ ടൈപ്പ് ഡിസൈൻ തന്നെ മതിലിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ മതിലിൽ ഈ ഭാഗത്തും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. 2 ഗേറ്റ് ലൈറ്റുകൾ ഇവിടെ പില്ലറിൽ കൊടുത്തിരിക്കുന്നതായി കാണാം. സ്ലൈഡിങ് ഗേറ്റാണ് വരുന്നത്. ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് സ്ക്വയർ ട്യൂബും GI ഷീറ്റും ഉപയോഗിച്ചിട്ടാണ്. CNC മെഷീനിൽ കട്ട് ചെയ്ത ഡിസൈൻ വർക്ക് അവിടെ കാണാം. കയറി വരുന്നത് വീടിൻ്റെ കോമ്പൗണ്ടിലേക്കാണ്. വലിയ ഒരു ഏരിയ തന്നെ കോമ്പൗണ്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഫ്രണ്ടിൽ ധാരാളം സ്ഥല സൗകര്യം ഈ വീടിന് ലഭ്യമായിട്ടുണ്ട്. ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. അതിനിടയിലായിട്ട് സിന്തറ്റിക് ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. കാർ പോർച്ച് വീടിൻ്റെ അളവിൽ വരാത്ത രീതിയിൽ സ്ക്വയർ ട്യൂബും ഷീറ്റും ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് കാർ പോർച്ച് ഒരുക്കിയിരിക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് വരുന്നത്. വീടിൻ്റെ ഇരുവശത്തും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് ലഭ്യമായിട്ടുണ്ട്. ഇവിടെ നമുക്ക് KW വാട്ടർ കണക്ഷൻ ആവശ്യമായിട്ടുള്ള സൗകര്യം ലഭ്യമാണ്. അതുപോലെ തന്നെ കിണർ വെള്ളവും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാ സമയത്തും ശുദ്ധമായിട്ടുള്ള വെള്ളം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത്. ഈ കാണുന്ന വീടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. പൂർണ്ണമായും കോണ്ടംപററി ഡിസൈനിലാണ് വീട് വരുന്നത്. മുകൾ ഭാഗത്ത് നമുക്ക് പാരപ്പറ്റ് കൊടുത്തിരിക്കുന്നത് സ്ക്വയർ ട്യൂബിൻ്റെ. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കാനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ചെറിയ സ്പേസ് ലഭ്യമാണ്. അവിടെയും ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ. വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. വലിയൊരു സിറ്റ് ഔട്ട് നൽകിയിട്ടുണ്ട്. ഒരു ഗ്രേ കളർ ടോൺ വരുന്ന ടൈലാണ്, ഫുൾ ബോഡി ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. അവിടെ ടെക്സ്ചർ വർക്ക് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. അത് മോഡേൺ ഡിസൈനിലാണ് ജനൽ കൊടുത്തിരിക്കുന്നത്. കൂടാതെ 2 മെയിൻ ഡോറുകൾ ഈ വീടിന് അവൈലബിൾ ആണ്. ഒരു സ്റ്റീലിൻ്റെ ഡോറും ഒരു സാധാ മഹാഗണിയുടെ ഡോറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഡോർ തുറന്ന് അകത്തേക്ക് വരാം. അകത്തേക്ക് വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടെയാണ് ലിവിങ് ഏരിയ വരുന്നത്. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ TV യൂണിറ്റ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. മൾട്ടിവുഡിലാണ് TV യൂണിറ്റ് നൽകിയിരിക്കുന്നത്. സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള വീടാണ്. ഇതാണ് ആ സ്റ്റീൽ ഡോർ. നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു ഓഫീസ് സ്പേസ് പോലെ ഈ റൂം കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ് ഏരിയയിലേക്ക് ഈ ഡോറ് തുറക്കുന്നത് ഈ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഇവിടെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് കണ്ട ജനലാണ്. ഇവിടെ ഒരു 3 പാളി ജനൽ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ നമുക്ക് കാണാം. ഇവിടെ 2.5 അടി നീളവും 2.5 വീതിയുമുള്ള ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലോസി ആയിട്ടുള്ള ടൈലുകൾ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാഷ് കൗണ്ടർ ഈ ഭാഗത്തായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ ഭിത്തി ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ലഡ്ജ് മുകൾ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മിറർ വരുന്നു. റൗണ്ട് ഷേപ്പിലുള്ള ഒരു മിറർ. ഒരു സോപ്പ് ഡിസ്പെൻസർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു
വാഷ് ബേസിൻ അവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ വാനിറ്റി കൗണ്ടർ കൊടുത്തിരിക്കുന്നു. കൗണ്ടർ ടോപ്പായിട്ട് ആ ഫുൾ ബോഡി ടൈല് തന്നെയാണ് വരുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ പോകുന്നത്. അതിനടിയിലായി കുറച്ച് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അവിടെയാണ് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ നമുക്ക് കാണാം. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. ഇനി നമ്മൾ പോകുന്നത് കിച്ചണിലേക്കാണ്. ഇവിടെയാണ് കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ ഡോറ് വുഡും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ്. ബ്ലാക്ക് കളറിലാണ് കൗണ്ടർ ടോപ്പ് നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് സിങ്ക് വരുന്നത്. മാറ്റ് ഫിനിഷുള്ള സിങ്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു കിച്ചൺ വിൻഡോ ഇവിടെ വരുന്നു. ഈ ഭാഗത്തും ഒരു 3 പാളിയുള്ള കിച്ചൺ വിൻഡോ കൊടുത്തിട്ടുണ്ട്. താഴെയും മുകളിലുമായിട്ട് കബോർഡുകൾ കാണാം. പ്രൊഫൈൽ ഹാൻഡിലുകളാണ് കബോർഡുകൾക്ക് കൊടുത്തിരിക്കുന്നത്. കിച്ചന് പുറമെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. കവേർഡായിട്ടുള്ള സ്പേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു സിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വർക്ക് ഏരിയ കൂടി ഈ വീടിന് അവൈലബിൾ ആയിട്ടുണ്ട്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഈ വീടിന് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. ആ ബെഡ്റൂം വരുന്നത് ഇവിടെ ആയിട്ടാണ്. ഇതാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. സെൻട്രൽ ഭാഗത്ത് വാൾപേപ്പർ നൽകിയിട്ടുണ്ട്. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്കിൽ ആ ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഫോൾ സീലിംഗ് വർക്കും ഒരുക്കിയിരിക്കുന്നത്. 2 വശത്തും ജനൽ വരുന്നുണ്ട്. ഇവിടെ ഒരു 3 പാളി ജനലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഓരോ പാളികളുള്ള 2 ജനൽ ഇവിടെയും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വാർഡ്രോബ് ഒരുക്കിയിട്ടുണ്ട്. ഒരു ഡ്രസ്സിങ് ഏരിയ കൂടി വാർഡ്രോബിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം എല്ലാ ബെഡ്റൂമുകൾക്കുമുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ ഡോറ് ബാത്റൂമിൻ്റെ ഡോർ ഇതാണ്. ഫൈബർ ഡോറാണ് ബാത്റൂമിന് ഒരുക്കിയിരിക്കുന്നത്. സ്ക്വയർ ടൈപ്പിലുള്ള ഒരു ബാത്റൂം. 2 ഡിഫറെൻറ്റ് കളറുള്ള ടൈലുകൾ നൽകിയിട്ടുണ്ട്. സെൻട്രൽ ഭാഗത്ത് ഹൈലൈറ്ററുകൾ നൽകിയിരിക്കുന്നു. നേരെ വരുമ്പോൾ തന്നെ നമുക്ക് ഷവർ കൊടുത്തിരിക്കുന്നതായി കാണാം. ഈ ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ്. സെറയുടേതാണ് സാനിറ്ററി ഫിറ്റിങ്സ്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റും കൺസീൽഡ് ഫ്ലഷ് ടാങ്കുമാണ് വരുന്നത്. ഇവിടെ വാഷ് ബേസിൻ, ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ, ഇവിടെ എക്സോസ്റ്റ് ഫാൻ. അപ്പോൾ എല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന ഒരു ബാത്റൂം. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണുള്ളത്. ഇനി നമുക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ്. മുകളിലത്തെ നിലയിലേക്ക് വരുമ്പോൾ സ്റ്റെപ്പ് വരുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ സ്റ്റെപ്പ് കയറി നമുക്ക് മുകളിലേക്ക് പോകാം. സ്റ്റെപ്പുകളിലും ആ ഫുൾ ബോഡി ടൈലുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വരുന്നത് സ്റ്റീലിലാണ്. കയറി വരുമ്പോൾ അപ്പർ ലിവിങ് ഏരിയ ആണ്. ഇവിടെ അപ്പർ ലിവിങ് ഏരിയ 2 ഭാഗമായിട്ട് വരുന്നുണ്ട്. ഈ ഭാഗത്ത് TV യൂണിറ്റ് ഒരുക്കിയിരിക്കുന്ന ഒരു ഏരിയ, ചെറിയ ഒരു വർക്കിംഗ് സ്പേസ് എന്ന് പറയാവുന്ന രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഷെൽഫ് കൊടുത്തിരിക്കുന്നു. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്ക് മികച്ച രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെയാണ്. ഇവിടെയാണ് TV യൂണിറ്റ് വരുന്നത്. സ്റ്റോറേജ് സ്പേസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഷെൽഫും വരുന്നുണ്ട്. മുകൾ ഭാഗത്ത് 2 ബെഡ്റൂമുകളാണ് വരുന്നത്. ഈ ഭാഗത്തും ഇവിടെയും ഒരു ബെഡ്റൂം അവൈലബിൾ ആണ്. ആദ്യം നമുക്ക് ഈ ബെഡ്റൂം നോക്കാം. താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ അതേ പോർഷനിൽ തന്നെയാണ് ഈ ബെഡ്റൂം വരുന്നത്. അതേ ഡിസൈനും ചെറിയ വാൾപേപ്പറിൽ മാത്രമാണ് വ്യത്യാസം. ഇവിടെ കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ബാത്റൂമിൻ്റെ ഡോർ ഇതാണ്. അതേ സ്പേസ് തന്നെ ഇവിടെ ബാത്റൂം വരുന്നു. ഈ ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ്. സെൻട്രൽ ഭാഗത്ത് ഷവർ വരുന്നുണ്ട്. 2 ഡിഫറെൻറ്റ് കളറുള്ള ടൈലുകൾ നൽകിയിരിക്കുന്നു. ഇവിടെ വാഷ് ബേസിനും. ഇനി 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. നേരെ നോക്കുമ്പോൾ തന്നെ നമുക്ക് വാർഡ്രോബ് കാണാം. അതിന് ചേർന്നൊരു ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു ജനൽ, ഇവിടെയും വരുന്നുണ്ട് ഒരു ജനൽ. 3 ബെഡ്റൂമും സ്പേഷ്യസ് ആയിട്ടുള്ളത് തന്നെയാണ്. 1800 സ്ക്വയർ ഫീറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്കുണ്ട്. അതുപോലെ തന്നെ വാർഡ്രോബ് ഇവിടെ വരുന്നു. ബാത്റൂം ഡോർ ഇതാണ്. ഇവിടെയും ഗ്ലോസി ആയിട്ടുള്ള വാൾ ടൈലുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്.
ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ബാത്റൂം. ഇനി നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് നോക്കാം. യൂട്ടിലിറ്റി സ്പേസ് വരുന്നത് ഇവിടെയാണ്. ഈ ഡോറ് തുറന്ന് നമുക്ക് യൂട്ടിലിറ്റി സ്പേസിലേക്ക് പ്രവേശിക്കാം. ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. പോളികാർബണേറ്റ് ഷീറ്റും സ്ക്വയർ ട്യൂബും ഒക്കെ ഉപയോഗിച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ഗ്രിപ്പുള്ള മാറ്റ് ഫിനിഷുള്ള ടൈലാണ്. ഈ ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീൻ വരുന്നത്. മുകൾ ഭാഗത്തേക്ക് പോകാനായിട്ട് ടെറസിലേക്ക് പോകാനുള്ള ഗോവണി ഇവിടെ നിന്നും കൊടുത്തിട്ടുണ്ട്. അത് MS-ലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ബാൽക്കണി കൂടിയാണ് നമുക്ക് കാണാനുള്ളത്. നേരെ നോക്കുമ്പോൾ ഇതാണ് ബാൽക്കണിയിലേക്കുള്ള ഡോറ്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 10 കിലോമീറ്ററാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം. 4 സെൻറ്റ് 1800 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 3 ബെഡ്റൂമുകളുണ്ട്. 200 മീറ്റർ മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം. ഇതാണ് ബാൽക്കണി. ഇവിടെ ഒരു പില്ലർ വരുന്നുണ്ട്. താഴത്തു നിന്ന് നമ്മൾ പറഞ്ഞ CNC മെഷീൻ പാരപ്പറ്റ് കൊടുത്തിരിക്കുന്നത് ഇതാണ്. രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു 3 ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. വീട് വരുന്നത് പൂക്കാട്ടുപടിയിലാണ്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കിണർ വെള്ളം അവൈലബിൾ ആണ്. KW വാട്ടർ കണക്ഷൻ വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഒരു കോർണർ പ്രോപ്പർട്ടി ആയിട്ട് വരുന്ന വീട്. വീടിൻ്റെ വില 73 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിൾ ആണ്. വീട് കാണാനും വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ കൊടുക്കുന്നുണ്ട്, വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.